ഓം ശ്രീ ഗുരുഭ്യോ നമ. ജ്യോതികമ ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. ഇനി ഞാൻ ചർച്ച ചെയ്യുന്നത് 2026 വർഷഫലം മിഥുനക്കൂറുകാർക്കും മിഥുന ലഗ്നക്കാർക്കും എങ്ങനെയാകും എന്നുള്ളതിനെ പറ്റിയാണ്. അതായത് മകയിര നക്ഷത്രത്തിൻ്റെ അവസാന 2 പാദം, തിരുവാതിര, പുണർതം നക്ഷത്രത്തിൻ്റെ ആദ്യത്തെ 3 പാദത്തിൽ പെടുന്നവർക്ക് 2026 എങ്ങനെയാകും എന്നുള്ളതാണ്. ഇപ്പോൾ ഈ വീഡിയോ എന്ന് പറയുമ്പോൾ വർഷഫലമായതുകൊണ്ട് സമയദൈർഘ്യം ഉണ്ടാകും. ഇപ്പോൾ ഈ വീഡിയോ തീരുന്നത് വരെ ശ്രദ്ധിച്ച് കേൾക്കാൻ ശ്രമിക്കുക. ഇപ്പോൾ നമ്മൾ 2026 എന്ന് പറയുന്നത് മിഥുനക്കൂറുകാർക്കും മിഥുന ലഗ്നക്കാർക്കും വ്യക്തിതലത്തിൽ, അതുപോലെ തൊഴിൽ തലത്തിലും ബൗദ്ധിക തലത്തിലും പരിവർത്തനങ്ങൾക്കും നേട്ടങ്ങൾക്കും ഉയർച്ചകൾക്കും ഉള്ള ഒരു വർഷമായിട്ട് നമുക്ക് കാണാം. അപ്പോൾ പൊതുവെ നമ്മൾ ഈ 2026 പൊതുഫലം അവലോകനം ചെയ്യുന്നതിന് മുമ്പ് 2026 എങ്ങനെയായിരിക്കും ഇവരുടെ പൊതുവായിട്ടുള്ള ഗ്രഹസ്ഥിതി നോക്കാം. ഇപ്പോൾ ഗ്രഹസ്ഥിതി എന്ന് പറയുമ്പോൾ പ്രത്യേകിച്ച് സാവധാനത്തിൽ രാശി മാറുന്ന ഗ്രഹങ്ങളും വേഗത്തിൽ രാശി മാറുന്ന ഗ്രഹങ്ങളും. ഇപ്പോൾ സാവധാനത്തിൽ രാശി മാറുന്ന ഗ്രഹങ്ങളെന്ന് പറയുമ്പോൾ ശനി, രാഹു, കേതു, ഗുരു. ഇപ്പോൾ ഈ സാവധാനത്തിൽ രാശി മാറുന്ന ഗ്രഹങ്ങളിൽ ഏറ്റവും സാവധാനം രാശി മാറുന്നത് ശനിയാണ്. അപ്പോൾ ആ ശനി എന്ന് പറയുന്നത് ഇപ്പോൾ പ്രത്യേകിച്ച് ഇപ്പോൾ 10 കർമ്മസ്ഥാനത്ത് സഞ്ചരിക്കുകയാണ്. 2026 10 നിൽക്കുന്ന ശനിക്ക് രാശിമാറ്റമില്ല. എങ്കിലും ജൂലൈ 27 മുതൽ ആ കർമ്മസ്ഥാനത്ത് നിൽക്കുന്ന ശനിക്ക് ഡിസംബർ 11 വരെ ആ ശനി വക്രത്തിൽ സഞ്ചരിക്കുന്ന സമയമായിരിക്കും. രാഹു 9ലാണ്. വർഷം അവസാനമാകുമ്പോൾ, അതായത് ഡിസംബർ മാസത്തിൽ രാഹു 9 നിന്നും 8 മാറും. കേതു 3ലാണ്. ഡിസംബർ അവസാനമാകുമ്പോൾ ആ കേതു 3 നിന്നും 2 രാശി മാറും. ഇപ്പോൾ ഗുരു ജൂൺ 1 വരെ ജന്മ ലഗ്ന രാശിയിലായിരിക്കും. അതിനുശേഷം ആ ഗുരു ഒക്ടോബർ അവസാനം വരെ 2 ഉച്ചരാശിയിലായിരിക്കും. അതിനുശേഷം ആ ഗുരു 3 രാശി മാറും. അപ്പോൾ അതിൽ ഗുരുവിൻ്റെ സ്ഥിതി എടുക്കുമ്പോൾ മാർച്ച് 10 വരെ ജന്മരാശിയിൽ ഗുരു വക്രസ്ഥിതിയിലായിരിക്കും. അതുപോലെ വർഷം അവസാനം ഡിസംബർ 13 മുതൽ 3 നിൽക്കുന്ന ഗുരു വക്രത്തിലാകും. ഇതാണ് ഗുരുവിൻ്റെ സ്വഭാവം. ഇനി ജന്മലഗ്ന രാശ്യാധിപൻ എന്ന് പറയുന്ന ബുധനാണ്. വേഗത്തിൽ സഞ്ചരിക്കുന്ന ഗ്രഹങ്ങളെ എടുക്കുമ്പോൾ ആ ബുധൻ ജനുവരി 16 വരെ 7 അതിനുശേഷം 8 9 ഭാഗ്യസ്ഥാനത്തുമൊക്കെ സഞ്ചരിക്കുന്ന സമയമാണ്. സൂര്യൻ വർഷാരംഭം ജനുവരി 13 വരെ 7 ശേഷം അഷ്ടമത്തിലും ക്രമേണ ഭാഗ്യസ്ഥാനത്തും കർമ്മസ്ഥാനത്തും നേട്ടത്തിൻ്റെ സ്ഥാനത്തും ഒക്കെ സഞ്ചരിക്കുന്നുണ്ട്. ചൊവ്വയാണെങ്കിൽ ജനുവരി 15 വരെ 7 ക്രമേണ അഷ്ടമത്തിൽ ഭാഗ്യസ്ഥാനത്തും കർമ്മസ്ഥാനത്തും നേട്ടത്തിൻ്റെ സ്ഥാനത്തും സഞ്ചരിക്കുന്നു. ശുക്രൻ ജനുവരി 12 വരെ 7 ക്രമേണ 8 9 രാശികളിലും കർമ്മസ്ഥാനത്ത് ഉച്ചരാശിയിലുമൊക്കെ സഞ്ചരിക്കുന്നുണ്ട്. അപ്പോൾ പൊതുവെ 2026 ഈ ഗ്രഹ ഗോചരസ്ഥിതി വെച്ചുള്ള ഒരു ഫലമാണ് ഇവിടെ പറയുന്നത്. എങ്കിലും ഈ പൊതുഫലത്തിൽ മാറ്റങ്ങൾ വരും. ആ മാറ്റങ്ങൾ എന്ന് പറയുന്നത് പ്രത്യേകിച്ച് ഈ കൂറിലെ നക്ഷത്രക്കാർക്ക് 2026 നടക്കുന്ന ദശ അപകാരം ഛിദ്രം വളരെ ഈ പൊതുഫലത്തെ സ്വാധീനിക്കും. അപ്പോൾ ആ ദശ അപകാരം ഛിദ്രമൊക്കെ ജാതകത്തിൽ ഇഷ്ടസ്ഥാനത്ത് നിൽക്കുന്ന ഗ്രഹങ്ങളുടേതാണോ അനിഷ്ടസ്ഥാനത്ത് നിൽക്കുന്ന ഗ്രഹങ്ങളുടേതാണോ എന്നുള്ളതിനനുസരിച്ച് ഈ പൊതുഫലത്തിൽ ഏറ്റക്കുറച്ചിലുണ്ടാകും. അതുമാത്രവുമല്ല, ഈ കൂറിലെ നക്ഷത്രക്കാർക്ക് അവരുടെ ലഗ്നം അവരുടെ കൂറിൻ്റെ ഇഷ്ടസ്ഥാനങ്ങളിലാണോ നിൽക്കുന്നത്, അല്ലെങ്കിൽ ലഗ്നത്തിൻ്റെ ഇഷ്ടസ്ഥാനത്താണോ കൂറ് വന്നിട്ടുള്ളത് എന്നുള്ളതിനനുസരിച്ചും ജാതകത്തിലെ ഗ്രഹസ്ഥിതി, ഭാവാധിപത്യം ഇവയൊക്കെ അനുസരിച്ച് ഈ പൊതുഫലത്തിൽ മാറ്റങ്ങൾ വരാം. അപ്പോൾ അതൊക്കെ നമ്മൾ ജാതക നിരീക്ഷണത്തിലൂടെ മാത്രമേ നമുക്ക് പറയാൻ കഴിയുകയുള്ളൂ എന്ന് മനസ്സിലാക്കുക. നമുക്ക് ആദ്യമായിട്ട്
ഈ 2026 ഗ്രഹഗോചര സ്ഥിതി അനുസരിച്ച് മിഥുനക്കുറുകാരുടെയും മിഥുന ലഗ്നക്കാരുടെയൊക്കെ പൊതുവായിട്ടുള്ള ആരോഗ്യസ്ഥിതി എങ്ങനെയായിരിക്കും നോക്കാം. വർഷാരംഭം ജനുവരി പകുതി മുതൽ ഫെബ്രുവരി ഒരു 2 വരെയൊക്കെ ആകുമ്പോൾ ജന്മലഗ്ന രാശ്യാധിപനായിട്ടുള്ള ബുധൻ അഷ്ടമത്തിലൂടെ പോകുന്ന സമയമാണ്. അപ്പോൾ ചെറിയ ആരോഗ്യ പ്രശ്നങ്ങൾ ചിലപ്പോൾ ഉണ്ടാകും. പ്രത്യേകിച്ച് സ്കിൻ റിലേറ്റഡ് ആയിട്ടുള്ള എന്തെങ്കിലും ഇൻഫെക്ഷൻ, അലർജി റിലേറ്റഡ് ആയിട്ടുള്ള ഇഷ്യൂസ്. പക്ഷേ അവയൊക്കെ തന്നെ പെട്ടെന്ന് നിയന്ത്രണ വിധേയമാകും എന്നും കൂടെ മനസ്സിലാക്കുക. കാരണം 6ാം ഭാവാധിപനായിട്ടുള്ള ചൊവ്വ 12ാം ഭാവാധിപനായിട്ടുള്ള ശുക്രൻ ആ സമയത്തൊക്കെ അഷ്ടമത്തിലൂടെ സഞ്ചരിക്കുന്ന സമയം. അപ്പോൾ 12ാം ഭാവാധിപൻ അഷ്ടമത്തിൽ സഞ്ചരിക്കുന്നു, 6ാം ഭാവാധിപൻ അഷ്ടമത്തിൽ സഞ്ചരിക്കുന്നു. അപ്പോൾ എന്തെങ്കിലുമൊക്കെ ആരോഗ്യ പ്രശ്നങ്ങൾ വർഷാരംഭത്തിൽ വന്നാൽ തന്നെയും അതിന് സഡനായിട്ടുള്ള റിക്കവറി ഉണ്ടാകും എന്ന് മനസ്സിലാക്കുക. മാർച്ച് 10 വരെ ഗുരു ജന്മരാശിയിൽ വക്രത്തിലാണ്. അപ്പോൾ അത് 7ാം ഭാവാധിപനായിട്ടുള്ള ഗുരുവാണ് ജന്മരാശിയിൽ വക്രത്തിൽ നിൽക്കുന്നത്. അപ്പോൾ ചിലപ്പോൾ ജീവിത പങ്കാളിയുടെ ആരോഗ്യത്തിലും ചെറിയ പ്രശ്നമൊക്കെ ആദ്യ ഒരു 1-2 മാസത്തിനകം ഉണ്ടാകാൻ സാധ്യതയുണ്ട്. ഏപ്രിൽ മുതൽ ജൂൺ 1 വരെ ഗുരുവൊക്കെ ജന്മരാശിയിൽ ഏപ്രിൽ മുതൽ ജൂൺ 1 വരെ ആ ഗുരു ജന്മരാശിയിൽ നേർസഞ്ചാരത്തിൽ വരുന്നുണ്ട്. അപ്പോൾ ഏപ്രിൽ മാസത്തിൽ ബുധനും നീചരാശിയിൽ വന്നാലും തന്നെ ആ ബുധന് നീചഭംഗം വരുന്നുണ്ട്. മാത്രമല്ല ബുധൻ ഗുരു രാശി പരിവർത്തനം വരുന്നുണ്ട്. കാരണം ബുധൻ്റെ രാശിയിൽ ഗുരുവും ഗുരുവിൻ്റെ രാശിയിൽ ബുധനും ഒക്കെ വരുന്നുണ്ട്. അപ്പോൾ പൊതുവെ ഒരു നീചഭംഗത്തിൻ്റെ അവസ്ഥയും രാശി പരിവർത്തനവും ഒക്കെ വരുന്നത് കൊണ്ട് ആരോഗ്യ പ്രശ്നങ്ങൾക്കൊക്കെ നമുക്ക് ഒരു ആശ്വാസം ഉണ്ടാകും. മാരക രോഗങ്ങളുള്ളവർക്കൊക്കെ അതിൽ നിന്ന് റിക്കവറി ഉണ്ടാകുന്ന സമയമാണ്. ഇപ്പം മെയ് ആദ്യ പകുതിയൊക്കെ മാനസികമായിട്ട് അല്പം ഒരു പിരിമുറുക്കമൊക്കെ ചിലപ്പോൾ ഉണ്ടാകാം. എന്തെങ്കിലും പ്രശ്നങ്ങൾ വന്നാലും അവിടെയൊക്കെ ഗുരുവിൻ്റെ സ്ഥിതിയൊക്കെ ജന്മരാശിയിൽ ഉള്ളത് ഗുണം ചെയ്യുമെന്ന് മനസ്സിലാക്കുക. ഇപ്പോൾ ജൂൺ മാസമൊക്കെ ആകുമ്പോൾ പൊതുവെ നമുക്ക് ആരോഗ്യസ്ഥിതിയൊക്കെ മെച്ചപ്പെടുന്ന സമയമാണ്. വലിയ ആരോഗ്യ പ്രശ്നങ്ങളില്ല. ജൂലൈ മാസത്തിൽ ചന്ദ്രനും അതായത് ജന്മലഗ്ന രാശാധിപനായിട്ടുള്ള ബുധൻ ജന്മരാശി തന്നെ വരുന്നുണ്ട്. എങ്കിലും വക്രത്തിൽ സഞ്ചരിക്കുന്ന സമയമായതുകൊണ്ട് ശാരീരികമായിട്ട് അല്പം ക്ഷീണം, അതിലെ ഒരു ബലമില്ലായ്മ ഒക്കെ അനുഭവപ്പെടാൻ സാധ്യതയുണ്ട്. അവിടെയൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക. അതുപോലെ യാത്രകൾ, വർക്ക് പ്രഷറൊക്കെ കൂടുക വഴി ഉണ്ടാകുന്ന ചില മാനസിക ടെൻഷനൊക്കെ ചിലപ്പോൾ ആ സമയത്തുണ്ടാകാൻ സാധ്യതയുണ്ട്. അതുപോലെ തന്നെ പൊതുവെ ആ സമയത്തൊക്കെ നമ്മൾ ഈ കൂടുതൽ മാനസികമായിട്ട് നമുക്ക് അല്പം ആശ്വാസം കിട്ടുന്ന പ്രവർത്തനങ്ങളിലൊക്കെ ഏർപ്പെടുക. പ്രത്യേകിച്ച് വ്യായാമം, യോഗ, ധ്യാനം ഇവയൊക്കെ ശീലിക്കുന്നത് നമുക്ക് ആ സമയത്ത് ഗുണം ചെയ്യും. വർഷാവസാനമൊക്കെ ആകുമ്പോൾ ഡിസംബറിൽ പ്രത്യേകിച്ച് രാഹുവൊക്കെ 8ലേക്ക് മാറുന്നു, കേതു 2ലേക്ക് മാറുന്നു. ആ സമയം നമുക്ക് ചെറിയ എന്തെങ്കിലുമൊക്കെ സഡനായിട്ട് എന്തെങ്കിലുമൊക്കെ ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാകാം. അതുപോലെ ദൂരയാത്രകളിലൊക്കെ ഒരു ശ്രദ്ധ വേണ്ടുന്ന സമയമായിട്ടും കൂടെ ഈ 2026 കാണുക. ഇനി തൊഴിൽപരമായിട്ട് എങ്ങനെ നോക്കാം? തൊഴിൽപരമായിട്ട് പൊതുവെ ഒരു മുന്നേറ്റത്തിൻ്റെയും തൊഴിലവസരങ്ങളുടെയൊക്കെ വർഷമായിട്ട് 2026 കാണാം. കർമ്മഭാവാധിപനായിട്ടുള്ള ഗുരു ജന്മലഗ്ന രാശിയിൽ ക്രമേണ ഉച്ചരാശിയിലൊക്കെ സഞ്ചരിക്കുന്ന വർഷമാണ് 2026. ഇപ്പം കർമ്മസ്ഥാനത്തൊക്കെ ആ ശനി നിൽക്കുന്നുണ്ട്. ശനി 8ഉം 9ഉം ഭാവാധിപനാണ്. അപ്പം തൊഴിലൊക്കെ നമുക്ക് ഫോക്കസ് കൂട്ടുന്നതിനും ഹാർഡ് വർക്കിനും ചിലപ്പോൾ വർക്ക് ലോഡ് കൂടുന്നതിനുമൊക്കെ ആ ശനിയുടെ ആ 10ലെ സ്ഥിതി വഴിതെളിച്ചു എന്ന് വരാം. അപ്പോൾ വർഷത്തിൻ്റെ ആദ്യ പകുതിയൊക്കെ അതിനുള്ളൊരു സാധ്യത കാണുന്നുണ്ട്. മാർച്ച് 10 വരെ ഗുരു ആ കർമ്മഭാവാധിപൻ ജന്മരാശിയിൽ വക്രത്തിലായതുകൊണ്ട് ഈ കുറുവരെ സംബന്ധിച്ചിടത്തോളം തൊഴിൽ നമുക്ക് മെച്ചപ്പെടുത്തുന്നതിനുള്ള ചിന്തകൾ, തൊഴിലിൽ ഉയർച്ച കൈവരിക്കുന്നതിനെ പറ്റിയുള്ള ചിന്തകൾ ഈ സമയത്ത് അവർക്കുണ്ടാകും. മാർച്ച് 11 മുതൽ ആ ചിന്തകളുടെ നേട്ടം അവർക്കുണ്ടാകും. എന്ന് പറയുമ്പോൾ തൊഴിൽ മെച്ചപ്പെടുത്തുന്നതിനുള്ള അവരുടെ പരിശ്രമത്തിൻ്റെ റിസൾട്ട് ആ മാർച്ച് 11 മുതൽ അവർക്ക് അനുഭവപ്പെടും. കാരണം ജന്മലഗ്ന രാശിയിൽ ആ കർമ്മഭാവാധിപനായിട്ടുള്ള ഗുരുവിൻ്റെ വക്രസ്ഥിതിയൊക്കെ മാറി ആ ഗുരു നേർസഞ്ചാരത്തിൽ വരുന്നുണ്ട്. അപ്പോൾ ആ കർമ്മഭാവാധിപനായിട്ടുള്ള ഗുരു 5ഉം 7ഉം 9ഉം രാശികളിലൊക്കെ ദൃഷ്ടി ചെയ്യുന്ന സമയമാണ്. അപ്പോൾ പൊതുവെ
അതുപോലെ ശനിയും 4, 7, 12 രാശികളിൽ ദൃഷ്ടി ചെയ്യുന്നുണ്ട്. അപ്പോൾ പൊതുവെ ഇവയെല്ലാം തന്നെ നമുക്ക് തൊഴിലിൽ വിജയം, തൊഴിൽ ഭാഗ്യം, പൊതുവെ നമുക്ക് പൊതുജനപ്രീതിയൊക്കെ കൂടുന്നതിനും തൊഴിലിടത്തൊക്കെ അംഗീകാരങ്ങൾ ഒക്കെ കിട്ടുന്നതിനൊക്കെ സാധ്യത കാണിക്കുന്നുണ്ട്. അപ്പോൾ സ്വയം തൊഴിൽ ചെയ്യുന്നവർക്കൊക്കെ തന്നെ പൊതുവെ അനുകൂല വർഷമായിട്ട് നമുക്ക് കാണാം. രാഷ്ട്രീയ മേഖലകളിൽ വർക്ക് ചെയ്യുന്നവർക്ക് പൊതുവെ അനുകൂലമായിട്ടുള്ള ഒരു വർഷമായിട്ട് നമുക്ക് കാണാം. അവരുടെ ആശയങ്ങൾ, അവരുടെ പ്രവർത്തനങ്ങൾക്കൊക്കെ ഒരു സ്വീകാര്യത ഉണ്ടാകുന്ന വർഷമായിരിക്കും. ജൂൺ 2 മുതൽ ആ ഗുരു 2ാം ഭാവരാശിയിൽ ഉച്ചസ്ഥിതനായിട്ട് വരുന്നുണ്ട്. അപ്പോൾ കർമ്മസ്ഥാനത്ത് ആ ഗുരുവിൻ്റെ ദൃഷ്ടി വരുന്നുണ്ട്. അപ്പോൾ കർമ്മഭാവാധിപൻ കർമ്മസ്ഥാനത്ത് ഉച്ചരാശിയിൽ നിന്ന് ദൃഷ്ടി ചെയ്യുന്ന സമയമാണ്. അപ്പോൾ തൊഴിൽപരമായിട്ടും ധനപരമായിട്ടും വലിയ നേട്ടങ്ങൾ ജൂൺ ആദ്യവാരം മുതൽ ഈ ഗുരുവാർക്ക് ഉണ്ടാകും എന്ന് തന്നെ പറയാം. അത് തൊഴിൽ വഴി ധനാഗമം കൂടുന്നതിന് വഴിതെളിക്കും. ചിലപ്പോൾ സാലറി വർധനവിന്, അല്ലെങ്കിൽ നമുക്ക് കിട്ടേണ്ടുന്ന കുടിശ്ശികളൊക്കെ കിട്ടുന്നതിനൊക്കെ സാധ്യത കാണുന്നുണ്ട്. അതേസമയം ജൂലൈ ലാസ്റ്റ് മുതൽ കർമ്മസ്ഥാനത്ത് നിൽക്കുന്ന ശനി വക്രഗതിയിലാകുന്നുണ്ട്. അപ്പോൾ ശനി അഷ്ടമഭാവാധിപൻ എന്നുള്ള നിലയ്ക്ക് ചില തൊഴിലിടത്തൊക്കെ ചിലപ്പോൾ ചെറിയ അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ ചിലപ്പോൾ ഉണ്ടാകാം. അല്ലെങ്കിൽ വർക്കിൽ ചിലപ്പോൾ അല്പം ശ്രദ്ധ കുറയാൻ സാധ്യതയുണ്ട്. അവിടെയൊക്കെ നമ്മൾ അല്പം വേണം. ഇപ്പം നമ്മൾ കഴിവതും നമ്മുടെ ആക്ഷൻ്റെ ശരിയും തെറ്റും എന്തൊക്കെയാണെന്ന് വിലയിരുത്തി പോകേണ്ടുന്ന സമയമാണ് ഈ ശനി കർമ്മസ്ഥാനത്ത് വക്രസ്ഥിതിയിലൊക്കെ വരുന്ന സമയത്ത്. ഇപ്പോൾ പൊതുജനങ്ങളുമായിട്ടുള്ള ബന്ധത്തിലൊക്കെ ഒരു അവലോകനമൊക്കെ ആവശ്യമാണ്. എങ്കിലും ഒക്ടോബർ വരെ കർമ്മഭാവാധിപനായിട്ടുള്ള ഗുരു 2ൽ ഉച്ചസ്ഥിതിയിൽ നിൽക്കുന്നതുകൊണ്ട് ആ ശനി കർമ്മസ്ഥാനത്ത് വക്രസ്ഥിതിയിലായാലും അത് ദോഷം ചെയ്യില്ല. കാരണം കർമ്മഭാവാധിപനായിട്ടുള്ള ഗുരു കർമ്മസ്ഥാനത്ത് ദൃഷ്ടി ചെയ്തുകൊണ്ടിരിക്കുന്ന സമയമാണ് എന്നുള്ളതുകൊണ്ട് ഒക്ടോബർ അവസാനം വരെ കർമ്മസംബന്ധമായിട്ട് ഗുണാനുഭവം ഉണ്ടാവുക തന്നെ ചെയ്യും. നവംബർ മുതൽ ഗുരു 3ലേക്ക് രാശി മാറുന്നുണ്ട്. അപ്പോൾ അത് പ്രത്യേകിച്ച് ഈ കമ്മ്യൂണിക്കേഷൻ മേഖലയിലൊക്കെ വർക്ക് ചെയ്യുന്നവർക്ക് വളരെ ഗുണം ചെയ്യുന്ന സമയമായിരിക്കും. കർമ്മഭാവാധിപൻ ഭാവത്തിൻ്റെ 6ലായതുകൊണ്ട് വർക്കിലൊക്കെ ഫോക്കസ് കൂടും. ലക്ഷ്യങ്ങൾ കൈവരിക്കുന്നതിനുള്ള പരിശ്രമങ്ങൾ കൂടുന്ന സമയമായിരിക്കും. അതുപോലെ വിദേശത്തൊക്കെ തൊഴിൽ അന്വേഷിക്കുന്നവർക്ക് 2026 പൊതുവെ അനുകൂലമായിട്ടുള്ള വർഷമായിട്ട് കാണുന്നുണ്ട്. ഇനി ബിസിനസ്സുകാരെ സംബന്ധിച്ചിടത്തോളം 7ാം ഭാവാധിപനായിട്ടുള്ള ഗുരുവാണ് ജന്മരാശിയിൽ നിൽക്കുന്നത്. മാർച്ച് 10 വരെ വക്രത്തിലാണ്. ഇപ്പോൾ അതുപോലെ ശനി 8, 9 ഭാവാധിപനാണ്. ആ ശനി 7ൽ ദൃഷ്ടി ചെയ്യുന്ന സമയം കൂടിയാണ്. ഗുരുവും 7ൽ ദൃഷ്ടി ചെയ്യുന്നുണ്ട്. ബിസിനസ്സുകാരകനായിട്ടുള്ള ബുധൻ വർഷാരംഭത്തിൽ 7ലാണെങ്കിലും ജനുവരി അവസാന പകുതിയൊക്കെ ആകുമ്പോൾ ആ ഗുരു അഷ്ടമത്തിലേക്ക് മാറുന്നു. അപ്പം മാർച്ച് ആദ്യ പകുതി ബുധൻ പ്രത്യേകിച്ച് 20 വരെ, മാർച്ച് 20 വരെ ബുധൻ വക്രത്തിൽ വരുന്നുണ്ട്. അതായത് ആദ്യത്തെ മാസം ബിസിനസ് മെച്ചപ്പെടുത്തുന്നതിനുള്ള ചിന്തകളായിരിക്കും ഈ കൂറുകാർക്കുണ്ടാകുന്നത്. അതിനു വേണ്ടുന്ന പദ്ധതികൾ, അതിനു വേണ്ടുന്ന തന്ത്രങ്ങളൊക്കെ ഈ കൂറുകാർ മാർച്ച് വർഷത്തിൻ്റെ മാർച്ച് മാസമൊക്കെ അതിനുള്ളൊരു ചിന്തയായിരിക്കും അവർക്കുണ്ടാകുന്നത്. മാർച്ച് 11 മുതൽ ഗുരു നേർസഞ്ചാരത്തിലായതുകൊണ്ട് ബിസിനസ് ആക്ടിവിറ്റീസിലൊക്കെ ഫോക്കസ് കൂടും. ബിസിനസ്സിൽ പുരോഗതി ഉണ്ടാകും. ധനനേട്ടം പ്രതീക്ഷിക്കാം. മാർച്ച് മുതൽ ജൂൺ വരെ ബിസിനസ്സിലും തൊഴിലിലുമൊക്കെ പൊതുവെ നേട്ടങ്ങളുടെ സമയമാകും എന്ന് തന്നെ പറയാം. ജൂൺ മുതൽ ആ ഗുരു ധനസ്ഥാനത്ത് ഉച്ചരാശിയിൽ വരുന്നതുകൊണ്ട് ബിസിനസ്സിൽ മാറ്റങ്ങൾ കൊണ്ടുവരിക വഴി ഉണ്ടാകുന്ന അപ്രതീക്ഷിതമായിട്ടുള്ള നേട്ടങ്ങൾ ഈ ബിസിനസ്സിൽ അവർക്ക് ഉണ്ടാകാൻ സാധ്യതയുണ്ട്. സെപ്റ്റംബർ മുതൽ ഡിസംബർ വരെ ഗുരു 3ലേക്ക് മാറുന്നു. അതുപോലെ തന്നെ 7ാം ഭാവാധിപൻ ആയിട്ടുള്ള ഗുരു ഭാവത്തിൻ്റെ ഭാഗ്യസ്ഥാനത്ത് ക്രമേണ വരുന്നുണ്ട്. അതൊക്കെ തന്നെ ബിസിനസ്സിൽ ഭാഗ്യനേട്ടങ്ങൾ ഉണ്ടാക്കും എന്ന് തന്നെ പറയാം. പ്രത്യേകിച്ച് നവംബർ ഡിസംബർ മാസങ്ങളിലൊക്കെ ആ ഗുരു 3ൽ വരിക എന്ന് പറയുമ്പോൾ അവിടെ നിന്നുകൊണ്ട് 7ലേക്ക് ദൃഷ്ടി ചെയ്യുന്നുണ്ട്. ആ 7ാം ഭാവാധിപൻ 7ൻ്റെ ഭാഗ്യസ്ഥാനത്ത് വരുന്നത് ബിസിനസ് നേട്ടങ്ങൾ ഉണ്ടാക്കും. മാത്രമല്ല ബിസിനസ് കാരകനായിട്ടുള്ള ബുധനും ഇഷ്ടസ്ഥാനങ്ങളിലാണ് ആ സമയത്ത് സഞ്ചരിക്കുന്നത്. അപ്പോൾ ബിസിനസ് പരമായിട്ടുള്ള ലക്ഷ്യങ്ങൾ കൈവരിക്കുന്നതിന് അനുകൂലമായിട്ടുള്ള സമയമായിട്ട് കാണുന്നുണ്ട്. വിദേശ വിപണനം നടത്തുന്നവർക്കും പൊതുവെ ഫേവറബിൾ ആയിട്ടുള്ള ഒരു വർഷമായിരിക്കും 2026.
വിദ്യാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം വർഷത്തിൻ്റെ ആദ്യ പകുതി ജ്ഞാനകാരകനായിട്ടുള്ള ഗുരു ജന്മലഗ്ന രാശിയിൽ നിൽക്കുന്ന സമയമാണ്. ആ ഗുരു 5ലേക്ക് ദൃഷ്ടി ചെയ്യുന്നുണ്ട്, 7ലേക്ക് ദൃഷ്ടി ചെയ്യുന്നുണ്ട്, 9 ദൃഷ്ടി ചെയ്യുന്നുണ്ട്. മാർച്ച് 10 വരെ ഗുരു വക്രത്തിലാകും. വിദ്യാകാരകനായിട്ടുള്ള ബുധൻ, 5ാം ഭാവാധിപനായിട്ടുള്ള ശുക്രൻ, 11ാം ഭാവാധിപനായിട്ടുള്ള ചൊവ്വ വർഷാരംഭം പ്രത്യേകിച്ച് അഷ്ടമത്തിലാണ്. അത് പഠനത്തിൽ ചിലപ്പോൾ വർഷാരംഭത്തിൽ ഒരു മേല പോക്കിൻ്റെ സാധ്യത കാണിക്കുന്നുണ്ട്. മാർച്ച് 10 മുതൽ അവയ്ക്കൊക്കെ മാറ്റം വരും. ഗുരു നേർസഞ്ചാരത്തിൽ വരുന്നു. അത് പഠനത്തിൽ ഫോക്കസ് കൂടുന്നതിന് വഴിയൊരുക്കും. ഏപ്രിൽ മാസമൊക്കെ ബുധൻ ഗുരുവിൻ്റെ രാശിയിലും ഗുരു ബുധൻ്റെ രാശിയിലുമൊക്കെ ആയതുകൊണ്ട് അത് നേർസഞ്ചാരത്തിൽ ആയതുകൊണ്ട് പൊതുവെ ആ ബുധ ഗുരു പരിവർത്തനം എന്ന് പറയുന്നത്, അതുപോലെ ആ ബുധൻ നീചരാശി നിന്നാൽ തന്നെയും ആ ബുധന് നീചഭംഗം വരുന്നു എന്നൊക്കെ ഉള്ളതുകൊണ്ട് പൊതുവെ പഠനത്തിന് അനുകൂലമായിട്ടുള്ള ഒരു അന്തരീക്ഷമായിരിക്കും. ഇൻ്റലക്ച്വൽ തലത്തിലൊക്കെ ഉയർച്ച ഉണ്ടാകുന്ന സമയമാണ്. പഠനത്തിൽ ആലസ്യമൊക്കെ മാറും. ഉന്നത പഠനത്തിലൊക്കെ വളരെ, അതായത് നൂതനമായിട്ടുള്ള കോഴ്സുകളൊക്കെ ചെയ്യാൻ ആഗ്രഹിക്കുന്നവർക്ക് വളരെ ആ 9ൽ നിൽക്കുന്ന രാഹു, അതുപോലെ 9ലും 5ലും ഒക്കെ തന്നെയുള്ള ഗുരുവിൻ്റെ ദൃഷ്ടിയൊക്കെ അവരുടെ ആഗ്രഹങ്ങൾ സാധിക്കുന്നതിന്, അഡ്മിഷൻ കിട്ടുന്നതിന് അനുകൂലമായിട്ടുള്ള ഒരു അവസ്ഥ സൃഷ്ടിക്കും എന്ന് തന്നെ പറയാം. മെയ് ജൂൺ മാസങ്ങളിൽ ബുധൻ ജന്മരാശിയിൽ വരുന്നുണ്ട്. അപ്പോൾ അതുപോലെ ജൂൺ 2 മുതൽ ഉച്ചസ്ഥാനത്തേക്ക് ആ ഗുരുവും വരുന്നുണ്ട്. ഇവയൊക്കെ നമുക്ക് പഠനത്തിലും കമ്മ്യൂണിക്കേഷൻ തലത്തിലുമൊക്കെ വളരെ നേട്ടങ്ങൾ ഉണ്ടാകുന്ന സമയമായിരിക്കും. ജൂലൈ 27 മുതൽ 9ാം ഭാവാധിപനായിട്ടുള്ള ശനി വക്രഗതിയിലാകുന്നുണ്ട്. ഒക്ടോബർ വരെ. അപ്പോൾ അത് നമുക്ക് ഹയർ സ്റ്റഡീസിലൊക്കെ ചിലപ്പോൾ ചെറിയ ശ്രദ്ധ കുറവിനൊക്കെ അത് വഴിതെളിച്ചു എന്നൊക്കെ വരാം. എങ്കിലും അവിടെ നമ്മൾ അതിൽ ഒരു കെയർ കൊടുത്തു പോകണം. അപ്പോൾ അതുപോലെ തന്നെ നവംബർ ഡിസംബർ മാസങ്ങളിൽ ഗുരു 3ലേക്ക് വരുന്നു. ഗുരു 3ലേക്ക് വരുന്നതും അതുപോലെ ശുക്രൻ 5ൽ സ്വക്ഷേത്ര ബലവാനായിട്ടൊക്കെ വരുന്നതും പഠനാന്തരീക്ഷം കൂടുന്നതിന്, നേട്ടങ്ങൾ ഉണ്ടാകുന്നതിനും അത് വഴിതെളിക്കും എന്ന് തന്നെ പറയാം. ഇനി ധനസ്ഥിതി നോക്കുമ്പോൾ വർഷ ആരംഭത്തിൽ, അതായത് ജനുവരി പകുതി മുതൽ ചൊവ്വ 6ഉം 11ഉം ഭാവാധിപനാണ്. അതുപോലെ ശുക്രൻ 5ഉം 12ഉം ഭാവാധിപനാണ്. ബുധൻ 1ഉം 4ഉം ഭാവാധിപനാണ്. സൂര്യൻ 3ാം ഭാവാധിപനാണ്. ഈ ഗ്രഹങ്ങൾ, അതായത് കുജൻ, ശുക്രൻ, ബുധൻ, സൂര്യൻ, ഈ ഗ്രഹങ്ങളെല്ലാം അഷ്ടമത്തിലാണ്. അത് ധനസ്ഥാനത്തൊക്കെ ദൃഷ്ടി ചെയ്യുന്നുണ്ട്. അപ്പോൾ പൊതുവെ ചിലർക്ക് അപ്രതീക്ഷിതമായിട്ടുള്ള എക്സ്പെൻസ് ഈ സമയത്ത് ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അപ്പോൾ ധനകാരകനായിട്ടുള്ള ഗുരു ജന്മരാശിയിൽ മാർച്ച് 10 വരെ വക്രത്തിൽ സഞ്ചരിക്കുകയും കൂടെയാണ്. അപ്പോൾ ആ വക്രത്തിൽ ഗുരു സഞ്ചരിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും ധനസ്ഥിതി ഇമ്പ്രൂവ് ചെയ്യുന്നതിനെ പറ്റിയുള്ള ചിന്തകൾ, അതിനു വേണ്ടുന്ന പ്ലാൻ, അതിനു വേണ്ടുന്ന തന്ത്രങ്ങൾ ഒക്കെ ഈ സമയത്ത് ഉണ്ടാകും. മാർച്ച് 10 കഴിയുമ്പോൾ ആ തന്ത്രങ്ങൾക്ക്, ആ പ്രയത്നങ്ങൾക്ക് ഉള്ള ഒരു റിസൾട്ട് നമുക്ക് കണ്ടു തുടങ്ങും. ധനസ്ഥിതി ഇമ്പ്രൂവ് ചെയ്യും. പല സോഴ്സുകളിൽ നിന്നുള്ള ധനാഗമം ഈ കൂറുകാർക്ക് പ്രതീക്ഷിക്കാം. അത് പ്രത്യേകിച്ച് ചിലപ്പോൾ തൊഴിൽ വഴിയോ അല്ലെങ്കിൽ ബിസിനസ് വഴിയോ അല്ലെങ്കിൽ ജീവിത പങ്കാളി വഴിയോ ഒക്കെ സാമ്പത്തിക സ്ഥിതി മെച്ചപ്പെടുന്നതിന് അനുകൂലമായിട്ടുള്ള ഒരു അന്തരീക്ഷമാണ് കാണുന്നത്. ജൂൺ 2 മുതൽ ഒക്ടോബർ വരെ ഗുരു, ധനകാരകനായിട്ടുള്ള ഗുരു 2ൽ ഉച്ചസ്ഥിതിയിൽ വരികയാണ്. അത് പൊതുവെ നമുക്ക് സാമ്പത്തികമായിട്ട് വലിയ നേട്ടമുണ്ടാകും. സമ്പാദ്യം വർദ്ധിക്കും. ബാങ്ക് ബാലൻസൊക്കെ കൂടുന്നതിന് അനുകൂലമായിട്ടുള്ള ഒരു സാഹചര്യം ആ ഗുരുവിൻ്റെ 2ലെ ഉച്ചസ്ഥിതി കൊണ്ട് വഴിതെളിക്കുമെന്ന് പറയാം. അപ്പോൾ പൊതുവെ 2026 ഒരു നല്ല സമയമായിരിക്കും ഈ ജൂൺ മുതൽ ഒക്ടോബർ എൻഡ് വരെയുള്ള സമയം എന്ന് പറയുന്നത്. സാമ്പത്തികമായിട്ട് വലിയ നേട്ടങ്ങൾ ഉണ്ടാകുന്ന സമയമായിട്ട് കാണുന്നുണ്ട്. അതുപോലെ കുടുംബത്തിലെ മംഗളകർമ്മങ്ങൾക്കും അതുപോലെ തന്നെ കുടുംബ വരുമാനമൊക്കെ കൂടുന്നതിനുമൊക്കെ സാധ്യതയുള്ളൊരു സമയമാണ്. അതുപോലെ പണമൊക്കെ നമുക്ക് നല്ല മേഖലകളിലൊക്കെ
നിക്ഷേപിക്കുന്നതിനും പണപരമായിട്ട് നല്ല തീരുമാനമെടുക്കുന്നതിനുമൊക്കെ ആ സമയം നമുക്ക് അനുകൂലമായിട്ട് കാണുന്നുണ്ട്. ആഗസ്റ്റ് സെപ്റ്റംബർ മാസങ്ങളിൽ 11-ാം ഭാവാധിപൻ ഈ ആയിട്ടുള്ള ചൊവ്വ ജന്മരാശിയിൽ വരുന്നുണ്ട്. അപ്പോൾ ജന്മരാശിയിലും ധനസ്ഥാനത്തുമൊക്കെ സഞ്ചരിക്കുന്നുണ്ട്. അപ്പോൾ ഗുരു ധനസ്ഥാനത്ത് ഉച്ചസ്ഥിതിയിൽ നിൽക്കുന്ന സമയമാണ്. സാമ്പത്തികമായിട്ട് പൊതുവെ അടിത്തറ ശക്തമാകുന്ന സമയമായിരിക്കും. വ്യവഹാരം വഴിയോ വായ്പ വഴിയോ ഒക്കെ പണം കിട്ടുന്നതിന് സാധ്യത. ഇപ്പോൾ കേസുകളൊക്കെ ഉള്ളവരെ സംബന്ധിച്ചിടത്തോളം ആ കേസ് വഴിയൊക്കെ അവർക്ക് സാമ്പത്തിക നേട്ടങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. വായ്പ വഴിയൊക്കെ സാമ്പത്തിക പണം കൈവശം വന്നു ചേരുന്നതിന് സാധ്യതയുണ്ട്. നവംബറിലൊക്കെ ചൊവ്വ 3-ലേക്ക് മാറുന്നുണ്ട്. അപ്പോൾ സമ്പാദ്യങ്ങളൊക്കെ കൈവരിക്കുന്നതിനുള്ള ഒരു ശ്രമമൊക്കെ ഈ സമയത്ത് കൂടാൻ സാധ്യതയുള്ളതായിട്ട് കാണുന്നുണ്ട്. ഇനി വിവാഹം, ദാമ്പത്യ ബന്ധം, കുടുംബജീവിതം എങ്ങനെ നോക്കാം. വിവാഹം ആലോചിക്കുന്നവർക്ക് വർഷത്തിൻ്റെ ആദ്യ പകുതി എന്ന് പറയുന്നത് പൊതുവെ അനുകൂല സമയമായിരിക്കും. മാർച്ച് മുതൽ മെയ് വരെ വളരെ അനുകൂല സമയമാണ്, അത്യുത്തമമായിട്ടുള്ള സമയം എന്ന് പറയാം. വിവാഹ സംബന്ധമായ വിഷയങ്ങൾക്ക് 7-ാം ഭാവാധിപനായിട്ടുള്ള ഗുരു 7-ൽ തന്നെ ദൃഷ്ടി ചെയ്യുന്ന സമയമാണ്. പ്രത്യേകിച്ച് അത് വർഷാരംഭം മുതൽ ജൂൺ 1 വരെ ആ 7-ൽ ദൃഷ്ടി ചെയ്യുന്നുണ്ട്. എങ്കിലും മാർച്ച് 10 വരെ 7-ാം ഭാവാധിപൻ വക്രത്തിൽ സഞ്ചരിക്കുന്ന സമയം കൂടെയാണ്. അപ്പോൾ അത് നമുക്ക് 7-ൽ ശനിയുടെ ദൃഷ്ടിയൊക്കെ ഉള്ള സമയമാണ്. ജനുവരി ഫെബ്രുവരി മാസങ്ങളിലൊക്കെ ഗുരുവൊക്കെ വക്രത്തിലൊക്കെ ആയതുകൊണ്ട് ആ സമയത്ത് നമ്മൾ ജീവിത പങ്കാളിയൊക്കെ തിരഞ്ഞെടുക്കുന്നതിൽ ചിലപ്പോൾ ഒരു കൺഫ്യൂഷൻ ഉണ്ടാകാം. ആലോചനകൾ വന്നാലും ചെറിയ ഒരു മെല്ലെ പോക്കൊക്കെ ഇവിടെ ഉണ്ടായെന്നൊക്കെ വരാം. അപ്പോൾ അത് ചിലപ്പോൾ നമുക്കൊരു തീരുമാനം എടുക്കുന്നതിനൊക്കെ ഒരു കാലതാമസമൊക്കെ നേരിട്ടു എന്ന് വരാം. വിവാഹ നിശ്ചയത്തിന് ചിലപ്പോൾ കാലതാമസം വന്നു എന്ന് വരാം. അത് നമ്മൾ ഏപ്രിൽ മെയ് മാസങ്ങളിൽ ഈ സ്ഥിതിയൊക്കെ മാറും. പൊതുവെ നമുക്ക് വിവാഹത്തിന് വളരെ വിവാഹ ആലോചനകളും വിവാഹ നിശ്ചയത്തിനും വിവാഹത്തിനുമൊക്കെ വളരെ അനുകൂല സമയമായിട്ട് കാണുന്നുണ്ട്. അപ്പം വിവാഹ സംബന്ധമായ കാര്യങ്ങൾക്ക് ആദ്യത്തെ പകുതി എന്ന് പറയുന്നത് കുറച്ച്, പ്രത്യേകിച്ച് അത് ഏപ്രിൽ മുതൽ ജൂൺ വരെയുള്ള സമയമൊക്കെ വളരെ നന്നായിരിക്കും. ദാമ്പത്യ ബന്ധത്തിലോട്ട് നമ്മൾ വരുമ്പോൾ ജനുവരി പകുതി വരെ കുജനും 7-ൽ നിൽക്കുന്നു. 7-ാം ഭാവാധിപനുള്ള ഗുരുവാക്രത്തിൽ സഞ്ചരിക്കുന്നു. 7-ൽ ശനിയുടെ ദൃഷ്ടിയുണ്ട്. സൂര്യൻ 7-ലുണ്ട്. ശുക്രനും അഷ്ടമത്തിലൊക്കെ സഞ്ചരിക്കുന്ന സമയമാണ്. അപ്പോൾ നമ്മൾ വർഷാരംഭത്തിൽ ദാമ്പത്യ ബന്ധത്തിൽ ചെറിയ ചെറിയ പ്രശ്നങ്ങൾ, ചെറിയ ചെറിയ ഇഷ്യൂസ് ഉണ്ടാകാം. ചില ഈഗോ പ്രശ്നങ്ങൾ വരാം. അപ്പോൾ അവയിലൊക്കെ നമ്മൾ ഒന്ന് ശ്രദ്ധ കൊടുക്കണം. അത് ക്രമേണ മാറും. മെയ് അവസാനമൊക്കെ ആകുമ്പോൾ സ്ഥിതിയിലൊക്കെ വലിയ മാറ്റങ്ങൾ വരും. ഇപ്പോൾ 7th ലോർഡ് ഗുരു നേർസഞ്ചാരത്തിലൊക്കെ ആവുന്നു മാർച്ച് 10 ആവുമ്പോൾ. അപ്പോൾ ദാമ്പത്യ ബന്ധമൊക്കെ മാർച്ച് പകുതി കഴിയുമ്പോൾ തന്നെ വളരെ ആ ഒരു മെല്ലപ്പോക്ക് അല്ലെങ്കിൽ ഒരു സന്തോഷക്കുറവ്, പ്രശ്നങ്ങൾ, ഇവയ്ക്കൊക്കെ മാറ്റം ഉണ്ടാകും. 7-ാം ഭാവാധിപനായിട്ടുള്ള ഗുരു ജന്മരാശിയിൽ നേർസഞ്ചാരത്തിൽ നിന്നുകൊണ്ട് 7-ലേക്ക് ദൃഷ്ടി ചെയ്യുന്ന സമയമാണ്. അതൊക്കെ നമുക്ക് ദാമ്പത്യ ബന്ധം ശക്തമാകും, ദാമ്പത്യ ബന്ധം സന്തോഷകരമാകും, സമാധാനപരമാകും എന്ന് തന്നെ പറയാം. നല്ല ചിന്തകൾ ഒക്കെ ഉണ്ടാകും. അതുപോലെ നമുക്ക് ആകർഷകമായിട്ടുള്ള ഒരു വ്യക്തിത്വം, ജീവിത പങ്കാളിക്കൊക്കെ പൊതുവെ ഒരു അച്ചടക്കം, അവരുടെയൊക്കെ ഉപദേശമൊക്കെ നമുക്ക് ഗുണം ചെയ്യുന്ന സമയമായിട്ടും കൂടെ കാണുന്നുണ്ട്. ഇപ്പോൾ പൊതുവെ ദമ്പതിമാരുടെ ഭാഗത്ത് ഒരു അച്ചടക്കവും സംയമനവും ഒക്കെ ഉണ്ടാകുന്ന സമയമായിരിക്കും മാർച്ച് മുതൽ ജൂൺ വരെയുള്ള സമയം എന്ന് പറയുന്നത്. അത് ജൂൺ 2 മുതൽ ഈ 7-ാം ഭാവാധിപനായിട്ടുള്ള ഗുരു 2-ാം ഭാവരാശിയിൽ ഉച്ചസ്ഥിതിയിലേക്ക് വരുന്നുണ്ട്. അത് ചിലപ്പോൾ ജീവിത പങ്കാളി വഴിയൊക്കെ എന്തെങ്കിലും സാമ്പത്തികമായിട്ടുള്ള നേട്ടങ്ങൾ, അപ്രതീക്ഷിതമായിട്ടുള്ള ഒരു നേട്ടം അവരുടെ ഭാഗത്തുനിന്ന് അല്ലെങ്കിൽ അവരുടെ ഫാമിലിയിൽ നിന്നൊക്കെ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. കുടുംബത്തിൽ സന്തോഷം, മംഗളകർമ്മങ്ങൾ, ഇവയ്ക്കൊക്കെ സാധ്യത കാണിക്കുന്നുണ്ട്. നവംബർ ഡിസംബർ മാസങ്ങളിൽ 7-ാം ഭാവാധിപനുള്ള ഗുരു 3-ലേക്ക് മാറുന്നുണ്ട്. എങ്കിലും ആ 7-ലേക്ക് ആ ഗുരുവിൻ്റെ ദൃഷ്ടി വരുന്നുണ്ട്. പ്രത്യേകിച്ച് 7-ാം ഭാവാധിപൻ ഭാവത്തിൻ്റെ ഭാഗ്യസ്ഥാനത്താണ് ആ ഗുരു വരുന്നു എന്നുള്ളത് കൊണ്ട് ദാമ്പത്യ ബന്ധം വഴി ഭാഗ്യാനുഭവങ്ങൾ, അതുപോലെ ദമ്പതിമാർക്ക് ദൂരയാത്രകൾ, ഷോപ്പിംഗ്, അല്ലെങ്കിൽ തീർത്ഥാടന കേന്ദ്രങ്ങളൊക്കെ സന്ദർശിക്കുന്നതിനൊക്കെ സാധ്യതയുണ്ട്. പൊതുവെ അവർക്കിടയിലുള്ള ആ ബന്ധമൊക്കെ ശക്തപ്പെടും. പ്രണയബന്ധമൊക്കെ
ശക്തമാകുന്ന സമയമായിരിക്കും. കുടുംബ ജീവിതത്തിലോട്ടൊക്കെ വരുമ്പോൾ കുടുംബജീവിതത്തിലും പൊതുവെ വർഷാരംഭത്തിൽ 8 നിൽക്കുന്ന കുജൻ, അതുപോലെ രവി, ബുധൻ, ശുക്രൻ ഒക്കെ തന്നെ 2 ദൃഷ്ടി ചെയ്യുന്നുണ്ട്. അപ്പോൾ അത് കുടുംബാംഗങ്ങളുമായിട്ടുള്ള കമ്മ്യൂണിക്കേഷൻ ഒക്കെ ഒരു ശ്രദ്ധിക്കണം. പ്രത്യേകിച്ച് 2 കുജൻ്റെയും സൂര്യൻ്റെയൊക്കെ ദൃഷ്ടി വരുമ്പോൾ സ്വാഭാവികമായിട്ട് കുടുംബാംഗങ്ങൾക്കിടയിൽ എന്തെങ്കിലും തെറ്റിദ്ധാരണകൾ, അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അവിടെയൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക. കമ്മ്യൂണിക്കേഷനിലൊക്കെ ഒന്ന് ശ്രദ്ധിക്കണം. മാർച്ച് വരെ ആ കുജദൃഷ്ടി 2 സമയമാണ്. അപ്പോൾ കുടുംബത്തിൽ നമുക്ക് പൂർവിക സമ്പത്തിനെ ചൊല്ലിയുള്ള ചെറിയ തർക്കങ്ങളൊക്കെ ചിലപ്പോൾ ആ സമയത്ത് ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അത് കഴിഞ്ഞാൽ കുടുംബാന്തരീക്ഷമൊക്കെ വളരെ പോസിറ്റീവാകും. ജൂൺ 2 ഗുരു 2 ഉച്ചസ്ഥിതിയിൽ വരുന്നുണ്ട്. അത് കുടുംബത്തിൽ സന്തോഷം, സമാധാനം ഒക്കെ ഉണ്ടാകുന്നതിന് വഴിതെളിക്കും. കുടുംബാംഗങ്ങളുമായിട്ടുള്ള നല്ല കമ്മ്യൂണിക്കേഷനൊക്കെ ആയിരിക്കും. നല്ല തീരുമാനങ്ങൾ കുടുംബത്തിലൊക്കെ കമ്മിറ്റ്മെൻറ്റ് കൂടാൻ സാധ്യതയുണ്ട്. ജീവിത പങ്കാളി വഴിയൊക്കെ കുടുംബത്തിലൊക്കെ നല്ല നേട്ടങ്ങളൊക്കെ ഉണ്ടാകാൻ സാധ്യതയുള്ള സമയമാണ്. മംഗളകർമ്മങ്ങൾക്ക് സാധ്യതയുണ്ട്. അതുപോലെ തന്നെ ഒക്ടോബർ വരെ ഈ സ്ഥിതി തുടരുമെന്ന് തന്നെ പറയാം. കുടുംബത്തിൽ സുഖം, സന്തോഷം, സൗഭാഗ്യമൊക്കെ ഉണ്ടാകുന്ന സമയമായിരിക്കും എന്ന് തന്നെ പറയാം. നവംബർ മുതൽ ഡിസംബർ മാസങ്ങളിൽ ഫാമിലി റിലേഷൻഷിപ്പിൽ ഒരു കെയറൊക്കെ നമുക്ക് വേണം. കുടുംബാംഗങ്ങൾ തമ്മിൽ അഭിപ്രായ ഭിന്നത അല്ലെങ്കിൽ എന്തെങ്കിലും പ്രശ്നങ്ങളിലേക്കൊക്കെ പോകാനൊക്കെ സാധ്യതയുണ്ട്. അവിടെ ഒന്ന് നമ്മൾ ശ്രദ്ധ കൊടുത്ത് പോവുക. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്ത് കാണുക. മറ്റൊരു പുതിയ വിഷയവുമായി അടുത്ത വീഡിയോയിൽ കാണാം. നമസ്കാരം.